നേരത്തെ നമ്മൾ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് PS പ്രശാന്തിന്റേതായിരുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദ്വാരപാലക പാളികളടക്കം ഇളക്കിക്കൊണ്ടുപോയ വിഷയത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. SIT ഇപ്പോൾ PS പ്രശാന്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായിട്ട് നമുക്ക് ജെയ്സൺ മണിയങ്ങാടിലേക്ക് പോകാം. കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ള ഒരു സൂചന വന്ന ഘട്ടത്തിലാണ് PS പ്രശാന്ത് ഇന്ന് രാവിലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. താൻ ഉൾപ്പെടാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് PS പ്രശാന്ത് ഇട്ടത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ എപ്പോഴായിരിക്കും എന്നതാണ് അറിയേണ്ടത്. 2015 ഈ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക പാളികളടക്കം കൊണ്ടുപോകുമ്പോൾ അതിന് അനുമതി കൊടുത്തത് എങ്ങനെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഗൂഢാലോചനയിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ വിശദീകരണം നൽകേണ്ടി വരും. ജെയ്സൺ മണിയങ്ങാട് നമുക്കൊപ്പം. ജെയ്സൺ മണിയങ്ങാട്, പ്രതീക്ഷിച്ചിരുന്ന നടപടിയല്ലേ? എപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്? ജെയ്സൺ മണിയങ്ങാടിലേക്ക് നമുക്ക് വരാം. PS പ്രശാന്തിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2025 ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ് ഭക്തജനങ്ങളെ എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് രാവിലെയാണ് ഇട്ടത്. 2019 ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പുറത്തു വരാൻ ഞങ്ങളാണ് നിമിത്തമായത്. സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് തന്നെ കസ്റ്റഡിയിലെടുക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടത് എന്നത് വ്യക്തമാണ്. രാഷ്ട്രീയ നീക്കങ്ങൾ തുറന്നു കാട്ടും എന്ന് പറയുന്നു. അപ്പോൾ PS പ്രശാന്തിന്റെ ഭരണ കാലയളവിൽ എന്താണ് സംഭവിച്ചത് എന്നതിലാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ കൃത്യമായ മറുപടികൾ നൽകിയാൽ മതി. ദ്വാരപാലക ശില്പങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യവും വിജിലൻസിന്റെ ദേവസ്വത്തിന്റെ ഒരു റിപ്പോർട്ടും ഞങ്ങളുടെ ബോർഡിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്ന് തുടങ്ങി തനിക്ക് പറയാനുള്ള ന്യായീകരണം മുഴുവൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ PS പ്രശാന്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അധികാരത്തിൽ വന്ന ശേഷം സന്നിധാനത്തെ ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് ദ്വാരപാലക ശില്പങ്ങൾ മാറ്റുന്നത് കാരണമുണ്ടാകുന്ന അശുദ്ധി മാറ്റാനാണ് ശ്രമിച്ചത്. അപ്പോൾ 2023 നവംബറിൽ ചുമതലയേറ്റ് സന്നിധാനത്തെത്തിയതാണ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്. അതിനുശേഷമാണ് ഈ കാര്യമൊക്കെ നടന്നതെന്നത് വ്യക്തമല്ലേ ജെയ്സൺ മണിയങ്ങാട്? ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ മുൻകൂർ ജാമ്യം നമ്മളൊക്കെ വായിച്ചതല്ലേ? ജെയ്സൺ കേൾക്കാമോ? ജെയ്സണിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ കേസ് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലാണ് ഇപ്പോൾ PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അല്പസമയത്തിനകം പ്രശാന്തിനെ കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. PS പ്രശാന്ത് അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലേക്ക് SIT പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച തന്നെ വ്യക്തമായിരുന്നു. അന്തിമ അന്വേഷണ റിപ്പോർട്ടിലേക്ക് SIT എത്തുകയാണ്. അപ്പോൾ 2019 കുറ്റകരമായ അനാസ്ഥ അത് മറച്ചു വെക്കുന്നതിന് 2025 ദേവസ്വം ബോർഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നതടക്കം വ്യക്തമാകണം. ജെയ്സൺ മണിയങ്ങാട്, ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചോ പ്രശാന്തിനെ? സുജയ പാർവതി, പ്രശാന്തിനെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തിട്ടേ ഉള്ളൂ. ഇതുവരെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടില്ല. കസ്റ്റഡിയിലാണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകുന്നുണ്ട്. SIT സംഘം അത്തരം കാര്യങ്ങളിൽ കൃത്യമായ സ്ഥിരീകരണം നൽകുന്നുണ്ട്. അല്പസമയം ഏതാണ്ട് 7:30 ശേഷമാണ് പ്രശാന്തിന്റെ വീട്ടിലെത്തുന്നത്. പ്രശാന്തിന്റെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം പ്രശാന്തിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. സാധാരണ പ്രശാന്തിന് ഇന്നലെ തൊട്ട് ചില സൂചനകൾ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി പോലീസ് വന്ന് കസ്റ്റഡിയിൽ എടുക്കുമെന്ന തരത്തിലുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് കാണാം. അത് അത്തരത്തിൽ ഇട്ടതാണ്. 2023 താൻ ചാർജ് എടുക്കുന്നതിന് മുമ്പാണ് ഇത്തരം സംഭവങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ തനിക്കോ തൻ്റെ ബോർഡ് അംഗങ്ങൾ ആർക്കുമോ ഇതിൽ ഒരു ബാധ്യതയുമില്ല എന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു. ഏതായാലും അദ്ദേഹത്തെ കസ്റ്റഡി എടുത്തതിന് ശേഷം ദ്വാരപാലക ശില്പം കൊണ്ടുപോയതിന് പിന്നിൽ എന്തൊക്കെ ഗൂഢാലോചനകളാണ് നടന്നത്, അതിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഏത് തരത്തിലുള്ള പങ്ക് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യത വരുത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അത്തരത്തിലുള്ള ചോദ്യങ്ങളാകും ഇനി ഉണ്ടാവുക. നമുക്കിനി അറിയേണ്ടത് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തുമോ, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമോ എന്നുള്ളതാണ്. മുൻപ് നമുക്കറിയാം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകളെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ നേരിട്ടുള്ള ഇവരുടെ പങ്കാളിത്തം കൃത്യമായിരുന്നു. പക്ഷേ പ്രശാന്തിന് ഇതിൽ നേരിട്ട് പങ്കുണ്ടോ? രണ്ടാമത്തെ ദ്വാരപാലകം കൊണ്ടുപോയതിൽ, ദ്വാരപാലക ശില്പം കൊണ്ടുപോയതിൽ പ്രശാന്തിനുള്ള പങ്ക് എത്ര എന്നതിനെക്കുറിച്ച് ഒരു കൃത്യത കിട്ടിയാൽ മാത്രമേ ഒരുപക്ഷെ അത് അറസ്റ്റിലേക്കും തുടർന്നുള്ള റിമാൻഡിലേക്കും പോവുകയാണ്. ജെയ്സൺ മണിയങ്ങാട് തുടരുക. അരുൺ രാജ് നമുക്ക് പോകുന്നുണ്ട്. അരുൺ രാജ്, എപ്പോഴാണ് കസ്റ്റഡിയിൽ എടുത്തത്? പുറത്ത് ഈ വിവരങ്ങൾ അറിയാതിരിക്കാൻ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന്?
സുജയ, തീർച്ചയായും നേരത്തെ ഒരു 2 ദിവസം മുമ്പാണ്, അതായത് കഴിഞ്ഞ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പാണ് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം തീരുമാനത്തിലേക്ക് SIT സംഘം എത്തുന്നത്. തുടർന്ന് ഈ PS പ്രശാന്ത് ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി അടൂരെത്തിയപ്പോൾ അവിടേക്ക് അന്വേഷണ സംഘം എത്തുകയും പിന്നീട് അവസാന നിമിഷം ആ പ്ലാൻ ഉപേക്ഷിക്കുകയുമായിരുന്നു. അത് ചില വിവരങ്ങൾ പുറത്തേക്ക് ചോർന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് മേധാവി ആ സമയത്ത് ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുത്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ PS പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ് അനിവാര്യമാണ്, അറസ്റ്റിൽ കൂടുതൽ നീട്ടിപ്പോകേണ്ടതില്ല എന്ന തീരുമാനം അന്വേഷണ സംഘം എടുക്കുകയും ഇന്ന് രാവിലെ 8 മണിയോടെ PS പ്രശാന്തിന്റെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തു. ഈ അന്വേഷണ സംഘം എത്തി ഇതുമായി ബന്ധപ്പെട്ട് 2019 ദ്വാരപാലക കേസുമായി ബന്ധപ്പെട്ട് ഈ ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി. അത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾക്കെതിരെ കുറ്റപത്രം ഇപ്പോൾ കേസുള്ളത്. ഇതിൽ 2025 താങ്കൾ ഈ സ്വർണ്ണം പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയതിൽ ഒരു ഗൂഢാലോചന നടത്തിയെന്ന സംശയം ഞങ്ങൾക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ഞങ്ങളുടെ പക്കലേക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനായി തങ്ങളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോകുന്നു. ഇത് കസ്റ്റഡി അനിവാര്യമാണ് എന്നുള്ള കാര്യം PS പ്രശാന്തിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ വീട്ടിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ PS പ്രശാന്തിനെ ബോധിപ്പിച്ച ശേഷം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് PS പ്രശാന്തുമായി അന്വേഷണ സംഘം ഇപ്പോൾ സ്വകാര്യ വാഹനത്തിലാണ് അന്വേഷണ സംഘം എത്തിയത്. ആ വാഹനത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണ സംഘ അംഗങ്ങൾ ഇപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അതുപോലെ തന്നെ അന്വേഷണ ചുമതലയുള്ള ശശിധരൻ സാർ എന്നിവരടക്കമുള്ളവർ നേരിട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തി ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചെയ്യൽ നടക്കും. ഇതിനുശേഷം ഉച്ചയോടെയായിരിക്കും PS പ്രശാന്തിനെ കോടതിയിലേക്ക് ഹാജരാക്കുക. ഇതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഇതുവരെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നൽകിയിട്ടില്ല. കാരണം എപ്പോഴത്തേക്ക് വൈകിട്ടത്തേക്ക് മാത്രമായിരിക്കും നൽകുക എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്ന വിവരം. കാരണം നിലവിൽ ഈ ശബരിമല കേസ് പരിഗണിക്കുന്ന കൊല്ലം വിജിലൻസ് കോടതിയുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിലവിൽ തിരുവനന്തപുരത്ത് മറ്റൊരു കേസിൽ ആണ്. അതുകൊണ്ട് അദ്ദേഹം കൊല്ലത്തേക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പ്രതിയുമായി അന്വേഷണ സംഘം കൊല്ലത്തേക്ക് എത്തുക. എന്തായാലും PS പ്രശാന്തിന്റെ അറസ്റ്റ് അനിവാര്യമാണ്. PS പ്രശാന്ത് ഗൂഢാലോചനയിൽ ക്രിമിനൽ കോൺസ്പിറസിയിൽ പങ്കാളിയാണ് എന്ന് അന്വേഷണ സംഘം വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരുന്നു. 2 ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ നൽകിയതാണ്. കാരണം PS പ്രശാന്തിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്ന് കോടതിയെ പോലും അന്വേഷണ സംഘം ധരിപ്പിച്ചതാണ്. അതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 5 മാസത്തിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അറസ്റ്റ് ഉണ്ടാകുന്നത് അത് ഇപ്പോഴാണ്. PS പ്രശാന്തിന്റെ അറസ്റ്റാണ്. പൊളിറ്റിക്കലായുള്ള മൂവാണ് എന്ന് PS പ്രശാന്തിനെ പ്രതിരോധിക്കുമ്പോഴും പൊളിറ്റിക്കൽ മൂവിനപ്പുറം വലിയ രീതിയിൽ തെളിവുകൾ അന്വേഷണ സംഘത്തിനുണ്ട്. വലിയ രീതിയിൽ PS പ്രശാന്തിന് മറുപടിയില്ലാത്ത കുറേയധികം ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം 2019 സ്വർണം പൂശിയെന്ന് പറയുന്ന ഭാഗം പിന്നീട് 2025 ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസർ അടക്കമവിടെ ഉള്ളപ്പോൾ അയാൾ പോലും അറിയാതെ, ഉദ്യോഗസ്ഥൻ പോലും അറിയാതെ അവിടെ നിന്ന് പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊടുത്തുവിടാൻ PS പ്രശാന്ത് എന്തിന് തിടുക്കം കാട്ടി? ആ സ്വർണം പൂശിയ ഭാഗം എങ്ങനെ വെളുത്തു എന്ന് പരിശോധിക്കാൻ പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് തയ്യാറായില്ല. അതിന് പിന്നിലുള്ള ഗൂഢാലോചന അത് വളരെ വ്യക്തമാണ്. PS പ്രശാന്ത് ഈ കവർച്ച മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതായത് കവർച്ചയ്ക്ക് കൂട്ടുനിന്നു, ഒരു കൂട്ടുപ്രതി, കൂട്ടാളി എന്ന രീതിയിലാണ് PS പ്രശാന്തിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് രണ്ടാമത്തെ ഒരു ഭാഗം, അതിൽ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ PS പ്രശാന്തിനോ ദേവസ്വം ബോർഡുകൾക്കോ സാങ്കേതികപരമായോ നിയമപരമായോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ PS പ്രശാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. PS പ്രശാന്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ PS പ്രശാന്തുമായി അന്വേഷണ സംഘം പങ്കുവച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും PS പ്രശാന്തിനെ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും. ഇതിനുശേഷം സുജയ, ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, നമ്മളോട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ നൽകിയ വിവരം അനുസരിച്ചാണെങ്കിൽ റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ്. അതായത് അന്വേഷണ സംഘം വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിയിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് ലഭിക്കുന്നത്. ഓക്കെ, അരുൺ രാജ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചോളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ കരകുളത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ SIT അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ലഭിക്കുന്ന വിവരങ്ങൾ. സ്വർണ്ണക്കൊള്ള കേസിൽ 4ാം പ്രതിയായിട്ടാണ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അരുൺ രാജ്, ഭാരതീയ ന്യായ സംഹിതയിലെ ഗുരുതരമായ വകുപ്പുകളാണല്ലോ പ്രശാന്തിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. കേസെടുക്കുമ്പോൾ അതിൽ
ചുമത്താൻ പോകുന്ന അല്ലെങ്കിൽ ചുമത്തിയ വകുപ്പുകൾ 316(2), 316(5) വിശ്വാസവഞ്ചന, 336(2) വ്യാജരേഖ ചമയ്ക്കൽ, 61(2) ഗൂഢാലോചന. അപ്പോൾ ഇക്കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടില്ല എന്നത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? രാവിലെ PS പ്രസാദിന്റെ പോസ്റ്റ് എത്തിയതിന് പിന്നാലെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി അടക്കം സംസാരിച്ചു സുജ. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ അപ്പോഴും പറയുന്നത് PS പ്രസാദ് പറയുന്നു തനിക്കിതിൽ പങ്കില്ല എന്ന് പറയുമ്പോൾ തന്റെ കാലത്തല്ലേ ഇത് പുറത്തു വരുന്നത് എന്ന് പറയുമ്പോൾ PS പ്രസാദ് അല്ല ഇതിൽ ആദ്യഘട്ടത്തിൽ ഇടപെട്ടത്, അല്ലെങ്കിൽ PS പ്രസാദിന്റെ ഇടപെടൽ കൊണ്ടല്ല ഈ സ്വർണ്ണ കവർച്ച പുറത്തേക്ക് വന്നത്. അതൊരു കോടതി നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലായിരുന്നു. ആ കണ്ടെത്തൽ കോടതി പിന്നീട് നേരിട്ടൊരു അന്വേഷണം നടത്തുകയായിരുന്നു. ആ കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം നേരത്തെ ചോദ്യം ചെയ്യപ്പോൾ പോലും പ്രസാദിന് നൽകാൻ കഴിഞ്ഞില്ല. പ്രശാന്ത് ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളതാണ് നിലവിൽ എത്ര പോസ്റ്റ് ഇട്ടാലും സമ്മർദ്ദത്തെ കുറിച്ച് പറഞ്ഞാലും അവിടെ നടന്ന കാര്യം എന്താണ്? 2025 ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങൾ നവീകരണത്തിനായി സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതെ കൊണ്ടുപോയി. അപ്പോൾ ആ കൊണ്ടുപോയതിന് അദ്ദേഹം ഇപ്പോൾ പറയുന്ന ന്യായം രാഷ്ട്രീയ പ്രേരിതമാണ്. പക്ഷേ ശില്പങ്ങൾ പൊട്ടിയതുകൊണ്ട് ജീവനക്കാരുടെ കൈമുറിഞ്ഞ് രക്തം വീഴുന്നത് വഴി ഉണ്ടാകുന്ന അശുദ്ധി മാറ്റാനാണ്. അങ്ങനെയാണെങ്കിലും അനുമതി തേടാമല്ലോ. അനുമതി തേടിയിട്ടില്ലല്ലോ അരുൺ. പിന്നെ ഈ വാദം എവിടെ നിൽക്കും? സുജയ, അതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം NSIT തന്നെ ചോദിക്കുന്നതാണ്. കാരണം ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അത് വളരെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 2019 അതായത് PS പ്രശാന്ത് ചുമതലയേൽക്കുമ്പോൾ തന്നെ ഈ ശബരിമലയിലെ ദ്വാരപാല ശില്പങ്ങൾ അതുപോലെ തന്നെ കട്ടളപ്പാളി അടക്കം സ്വർണം പൂശിയതാണ് 2019 എന്ന് കൃത്യമായ ധാരണ ദേവസ്വം ബോർഡ് രേഖകളിലുണ്ട്. PS പ്രശാന്തിന് അറിവുണ്ട്. ഈ അറിവ് ഉണ്ടായിരിക്കെ 2025 ഈ സ്വർണം വെളുത്തു എന്ന്, ഒരിക്കലും സ്വർണം അങ്ങനെ ആ രീതിയിൽ വെളുക്കില്ല, അങ്ങനെ സ്വർണം വെളുത്തു എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ താൻ ഇത് സ്മാർട്ട് ക്രിയേഷനെ അറിയിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണം കൊടുത്തുവിടാൻ നിർദ്ദേശിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ താൻ കൊടുത്തിട്ടു. വളരെ നിഷ്കളങ്കമായി കള്ളം PS പ്രശാന്ത് പറഞ്ഞു എന്നാണ് SIT വിലയിരുത്തുന്നത്. ആ കള്ളത്തിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. PS പ്രശാന്തിന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പോസ്റ്റിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം CPIM പോലും ഏറ്റെടുക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. Big TV without fear or favor.